ഇന്ന് കറിക്ക് കിട്ടിയ മീൻ കണ്ടോ, അയലയും ചാളയുമാണേ. അപ്പോൾ മീൻ അവിടെ ഇരിക്കട്ടെ, നമുക്ക് ആദ്യം അരി അങ്ങ് കഴുകി അടുപ്പത്തിടാം. അപ്പോൾ ചോറിൻ്റെ അരി കുറച്ച് നേരം ഒന്ന് തിളച്ചതിന് ശേഷമല്ലേ തെർമൽ കുക്കറിലോട്ട് ഇറക്കി വയ്ക്കുന്നത്. ആ സമയം കൊണ്ട് മീൻ വെട്ടിയെടുക്കുക. അപ്പോൾ ഇതിനിടയിൽ കറണ്ട് പോയി, അങ്ങനെ ഞാൻ താഴെ വെട്ടത്തിരുന്ന് മീൻ വെട്ടിയെടുക്കുവാണേ. അപ്പം ചാള ഫ്രൈ ആക്കുന്നു, അയല കൊണ്ട് നമുക്ക് പാല് പുളിയാണവും ചെയ്തെടുക്കാം. അങ്ങനെ ഫ്രിഡ്ജിൽ വയ്ക്കാനുള്ള മീൻ മാറ്റി, പിന്നെ കറിക്കുള്ളതും ഫ്രൈ ആക്കാനുള്ളത് അതും വേറെ വെച്ചു. അതിനുശേഷം ഞാൻ അരി തിളച്ചതിറക്കി തെർമൽ കുക്കറിലോട്ട് വെക്കുന്നത്. ഇനി നമുക്ക് മീൻ കറി റെഡിയാക്കി എടുക്കാം. അപ്പോൾ ആദ്യം ചട്ടിയിൽ എണ്ണ ഒഴിച്ച് ചൂടായപ്പോൾ ഉലുവയും കറിവേപ്പിലയും ഇട്ടു. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളി അരിഞ്ഞതും സവാളയും തക്കാളിയും പച്ചമുളകും ഇതെല്ലാം ചേർത്ത് വഴറ്റി. അതിനുശേഷം പാകത്തിനുള്ള ഉപ്പും പുളിയും മസാലപ്പൊടികളും എല്ലാം ചേർത്ത് ഒന്ന് മൂത്ത് വന്നപ്പോഴത്തേക്ക് കുറച്ച് വെള്ളവും തേങ്ങയുടെ 2 പാലും ചേർത്ത് ഗ്രേവി നല്ലതുപോലെ തിളച്ച് വന്നപ്പോഴത്തേക്ക് മീനിട്ട് കൊടുത്ത്. മീൻ ചേർത്ത് മീൻ വെന്ത് ഇറക്കാൻ നേരം നമ്മൾ മാറ്റി വെച്ചിരുന്ന 1 പാലും ചേർത്തു. പിന്നെ ഒരിത്തിരി കറിവേപ്പിലയും ഒരു നുള്ളു ഉലുവാപ്പൊടിയൊക്കെ ചേർത്ത് ഇറക്കി അടച്ച് വെച്ചിരുന്നിട്ട് എടുത്താലുണ്ടല്ലോ നല്ല അടിപൊളി പാലുപുളിയാണ് റെഡിയാവും. പിന്നെ ഇതിൻ്റെ കൂടെ വെണ്ടയ്ക്ക ഒന്ന് വഴറ്റി തേങ്ങ അരച്ച് ചേർത്ത് ഒരു ഒഴിച്ച് കറിയും കൂടി ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ അയലയും ചാളയും കൂടി ഫ്രൈ ആക്കി എടുത്തു. അപ്പോൾ ഇതെല്ലാം കൂട്ടി ഞങ്ങൾ ഇന്ന് ഉച്ചയ്ക്ക് ചോറ് കഴിച്ചു. അപ്പോൾ ഓക്കെ, ബൈ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം.